മുതുകുളം തെക്ക് KS ചാരിറ്റബിൾ ഫൗണ്ടേഷനും കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി പ്രഭ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം തെക്ക് KS ചാരിറ്റബിൾ ഫൗണ്ടേഷനും കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മുതുകുളം തെക്ക് മായിക്കൽ ദേവീക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി പ്രഭ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം പണം ചിലവാക്കിയാണ് നമ്മളൊരു ഡോക്ടറെ കാണുന്നത് തന്നെ ഫീസ് കൊടുത്ത് പിന്നീട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ അവരുടെ ആദ്യത്തെ പടിയായിട്ടുള്ള സേവനം നമുക്ക് തികച്ചും സൗജന്യമായി KS ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ലഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ളവർ അത് വളരെ കാര്യമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആശുപത്രിയിൽ പോയിരുന്ന് പണം മുടക്കുകയും അതോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ആ സേവനം എത്തിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ ഇല്ലാതെ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എങ്കിലും നമുക്കൊരിക്കലും രോഗങ്ങളില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ഓരോ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറുതു മുതൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മുകളിലോട്ട് പ്രായാധിക്യം ചെന്നവർ വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് സന്മനസ്സുള്ള കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ട്രസ്റ്റ് തുടങ്ങുകയും ആ ട്രസ്റ്റിൻ്റെ കീഴിൽ അവർക്ക് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട, ഈ ഒരു മാറുന്ന കാലഘട്ടത്തിന് വേണ്ട ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന KS ചാരിറ്റബിൾ ട്രസ്റ്റിനെ അഭിനന്ദിക്കുകയാണ്. മറ്റുള്ള ആർത്രൈറ്റിസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്കത് നമ്മുടെ തന്നെ ശരീരം നമ്മുടെ സന്ധിയിലെ തെർമാസിനെതിരെ ആക്രമിക്കുകയും അതിനെ നശിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും പറയുന്നതാണ് ആമവാദം എന്നുള്ളത്. അതിന്റെ ചികിത്സാ രീതി മറ്റൊന്നാണ്. മറ്റേത് ഓസ്റ്റിയോആർത്രൈറ്റിസ് നമ്മുടെ സന്ധികളുടെ അമിതമായ ഉപയോഗപ്രകാരം, അതായത് കൂടുതൽ ഭാരം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കാലിലുണ്ടായ വളവ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടായ അസ്ഥിയിലെ തേയ്മാനം, അതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. രാത്രി കൂടുതലായിട്ട് യൂറിൻ പാസ് ചെയ്ത് 3-4 വട്ടം ചിലപ്പോൾ ഉറക്കമില്ലായ്മ തന്നെ അത് വന്നേക്കാം. പിന്നെ നമുക്ക് പറയാനുള്ള യൂറിൻ്റെ ഫ്ലോ പറയും, യൂറിൻ്റെ യൂറിൻ്റെ സ്ക്രീൻ ഇങ്ങനെ കുറയും. അപ്പം നമുക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, പിന്നെ ഒന്നെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമ്മൾ അത് ഈ പറയുന്ന കൂടെ ഒരു 50-60 വയസ്സ് കഴിഞ്ഞൊരു കൂടുതലായി കണ്ടുവരുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പം പണ്ട് നമ്മൾ ഇത് അറിയില്ലായിരുന്നു. ഇപ്പം ഈ കൂടുതൽ സ്ക്രീനിങ് PSA ടെസ്റ്റ്, സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ അതിനെപ്പറ്റി ഇപ്പം കൂടുതൽ നമ്മൾ അറിഞ്ഞു വരുന്നു. KS ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MD രാജേഷ് D സ്വാഗതം പറഞ്ഞു. സുസ്മിത ദിലീപ്, രാജേഷ് R, വിശാൽ തുടങ്ങിയവർ സംസാരിച്ചു. KS ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഡയറക്ടർ തിലകൻ കൃതജ്ഞത പറഞ്ഞു. ഡോക്ടർ വാണി വിശ്വനാഥ്, ഡോക്ടർ ഷിഹാസ്, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ രാജീവ് എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. CDNet ന്യൂസ്, കായംകുളം.